പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്ന, അവർക്ക് സഹായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചത് എന്ന് വേണം. ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം ചെയ്യുകയാണ്. ശ്രീ പി സി ജോർജ്, കൊല്ലം നിലമേലിലാണ് SFIയുടെ അതിക്രമം ഗവർണർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകർ ഗവർണറുടെ കാറിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോഴും ഗവർണർ പ്രതിഷേധിച്ച് അവിടെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ഇത് വളരെ മോശം ഇടപാടാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇത് ഒരു ഗവർണറോട് പെരുമാറേണ്ട മര്യാദ CPM-കാർക്ക് ഇല്ലാതെ പോകുന്നു, പിണറായി വിജയൻ ഇല്ലാതെ പോകുന്നു എന്നത് ദുഃഖകരമായ സംഭവമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ പറയാം. ഒരു ഗവർണറും പിണറായി വിജയനായിട്ടുള്ള തർക്കം, ഈ ഗവൺമെന്റിന്റെ തർക്കം വളരെ വലുതാണ്. ഇപ്പൊ ഗവൺമെന്റ് എന്ന് പറയാൻ കൊള്ളാത്ത നിലയിൽ എല്ലാ മേഖലയിലും കേരളം തകർന്ന് തരിപ്പണമായി. 4 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു സംസ്ഥാനം, അതിനപ്പുറത്ത് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്ത സംസ്ഥാനം, അതിനപ്പുറത്തായിട്ട് ഇപ്പോ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ലാത്ത സംസ്ഥാനം, എല്ലാ സാധനങ്ങൾക്കും നിത്യവസാധനങ്ങൾ മുഴുവൻ വില കൂടിയിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, റബ്ബറിന് വിലയില്ലാത്ത, എങ്ങനെ തേങ്ങയ്ക്ക് വിലയില്ല, ഒന്നിനും വിലയില്ല. എല്ലാവരും ആത്മഹത്യയുടെ നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഒരുമാതിരി ആരോഗ്യ ചെറുപ്പക്കാർ എന്ത് വില കൊടുത്തും രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഗതികേട് നിൽക്കുമ്പം പിണറായി ചെയ്യാൻ കഴിയുന്ന എന്താ? വഴക്കുണ്ടാക്കുക, എങ്ങനെ ഒന്ന് പിരിച്ചു പിടിക്കുക. മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. എങ്ങനെ പിരിച്ചു പിടിക്കുന്നത്? അപ്പൊ ആ ഒരു മാർഗം എന്താ വെച്ചാൽ ഗവർണറുമായിട്ട് അടിവെക്കുക. ഗവർണറുമായിട്ട് അടിവിച്ച സ്വാഭാവികമായിട്ട് പിരിച്ചുവിടേണ്ടി വരും. അങ്ങനെ പിരിച്ചുവിട്ടാൽ EMS പിരിച്ചുവിട്ടതുപോലെ ഞങ്ങളെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കുറങ്ങന്മാരെ കൊണ്ട് റോട്ടിൽ കൂടെ പ്രകടനം നടത്തിക്കാമല്ലോ. അങ്ങനെ പാർട്ടി പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ച് പിണറായി കാണിക്കുന്ന മഹാവൃത്തികെട്ട ഒരു കളിയാണിത്. ഒരു ഗവർണർ യാത്ര ചെയ്ത് പോകുമ്പോൾ അങ്ങനെ കരികൂട് കാണിക്കുന്ന കാര്യം എന്താ? ഇവന്മാർക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? ഇവന്മാരുടെ വീട്ടിൽ ഞാൻ വർത്താനം പറയുന്നു. ഒരു മര്യാദ കാണിക്കണ്ടേ? ശ്രീ പി സി ജോർജ്, ഇത്തരത്തിൽ കുറെ തവണയായി ഇത്തരത്തിലുള്ള അതിക്രമം ആവർത്തിക്കുന്നു. കോഴിക്കോടും തിരുവനന്തപുരത്തും അടക്കം നമ്മളിതിൽ കണ്ടതാണ്. ഇവിടെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. SFI പ്രവർത്തകർക്ക് ഈ ഗവർണർ പോകുന്ന യാത്രയുടെ വിശദാംശങ്ങളടക്കം എത്തിച്ചു കൊടുക്കുന്നതിന് പോലീസ് സംവിധാനം തന്നെയാണ്, പോലീസുകാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇത്രയും ക്ഷുഭിതനാകുന്നത്. കാരണം പോലീസുകാർ നിയമം പാലിക്കുന്നില്ല, ഈ നിയമം ലംഘിക്കുന്നവരെ സംരക്ഷിക്കുകയാണ്, അവർക്ക് ഒത്താശ ചെയ്യുകയാണ്. ആ വിമർശനം തന്നെയാണ് ഗവർണർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ എന്താണെന്ന് അറിയാവുന്ന സത്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഗവർണർ എന്ത് കാര്യത്തിനായിട്ട് ഇവന്മാരെ ഈ കരികൊടി കാണിക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ കരികൊടി കാണിക്കട്ടെ, എന്നാലേ എന്നെ ശരി. അയാളിറങ്ങട്ടെ. ചുമ്മാ കൊച്ചു പിള്ളേരെ ചൊടിയോട് കാണിക്കുക. ഇപ്പൊ വരാൻ പോകുന്നതിന് 50ഓളം ചെറുപ്പക്കാരാണ് ഇപ്പൊ ഈ വണ്ടി തടഞ്ഞത്. സ്വാഭാവികമായിട്ട് ഗവർണർ ഇറങ്ങി റോഡിലിരിക്കുക. അപ്പൊ അതിന് 12 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അത് പോരല്ലോ. ആരൊക്കെ ഇത് പങ്കാളിനെ അവരെ അറസ്റ്റ് ചെയ്യണം. ഗവർണർ റോഡിൽ ഇറങ്ങി 12 പേരെ പിടിച്ചത്. അതുകൊണ്ട് വല്ലതും കാര്യമുണ്ട്? അവർക്ക് ഇപ്പൊ കോഴി ബിരിയാണി കൊടുത്തു കാണും പോലീസുകാർ. അതിനാണ് ശ്രീ പി സി ജോർജ് ഗവർണർ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നതെങ്കിൽ മുഖ്യമന്ത്രിക്ക് എത്രത്തോളം സുരക്ഷ ഒരുക്കും പോലീസുകാരെ? മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ പോലും പറ്റില്ല. അവിടെയാണ് ഗവർണർ യാത്ര പോകുമ്പോൾ ഗവർണറുടെ അടുത്തേക്ക്, ഗവർണറുടെ കാറിനടുത്തേക്ക് കുറെ കുട്ടിസഖാക്കൾ, SFI പ്രവർത്തകർ അതിക്രമവുമായി പാഞ്ഞെടുക്കുന്നത്. അത് തന്നെയാണ് ഗവർണർ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പോകുമ്പോ 60-70 വണ്ടിയാ കൂട്ടത്തിൽ ഇപ്പൊ പോകുന്നത്. ഒന്ന് ആലോചിച്ച്. അയാളെ ആർക്കും വേണ്ട, ആർക്ക് വേണം അയാളെ? ആരും തല്ലാനും കൊല്ലാനും ഇല്ല. അയാൾ തന്നെ സ്വയം ചാകുക എന്നുള്ളതല്ലാതെ ആരും അയാളെ തല്ലാനും കൊല്ലാനും ഒന്നും പറഞ്ഞില്ല പിണറായി വിജയനെ. സംശയത എന്താവശ്യം? എന്തിന് ഇതുപോലെ പോലീസുമായിട്ട് നടക്കുന്നത്? അതൊക്കെ എന്ത് കിട്ടാനാ? അവർ മര്യാദ കാണിക്കട്ടെ. അതുകൊണ്ടാ പറഞ്ഞത് ശരിയായ നടപടിയല്ല. ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു എണ്ണ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാ എന്റെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ് ഈ സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.